ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വെജിറ്റബിൾ തോരനാണ്. ആ വെജിറ്റബിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ഇതാണ് പീച്ചിങ്ങ. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇതിന് പീച്ചിങ്ങ എന്ന് പറയും. പണ്ടൊന്നും ഇതൊന്നും കറിയൊന്നും വെക്കാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ലായിരുന്നു. ഇത് ഉണങ്ങിയിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ശരീരം തേക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇതിപ്പം ചെറിയ മുറ്റാത്തത് എടുക്കണം. പീച്ചിങ്ങ വേണം എടുക്കാൻ. മുറ്റിയതാണെന്നുണ്ടെങ്കിൽ തോരൻ വെക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ എന്നിട്ട് അതിൻ്റെ 4 സൈഡിൽ ആര് പോലൊക്കെ ഉണ്ട്, നാര്. അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് തോരൻ വയ്ക്കാൻ. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഞാൻ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കടുക് വറുത്തിട്ട് നമ്മൾ വഴട്ടിയെടുക്കണം. പിന്നെ അതേപോലെ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് വെള്ളമാണ്. ഈ പീച്ചിങ്ങയിൽ നിറയെ വെള്ളമാണ്. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് ഫുള്ള് വെള്ളമാണ്. ഇത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അതായത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. ഇതിലിപ്പോൾ നമ്മൾ തോരൻ ചതയ്ക്കുന്നത് പോലെ തന്നെ തേങ്ങായും മഞ്ഞളും കരിയാപ്പലയും, വേറൊന്നും ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. ഇത് മാത്രമേ ചേർക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ പച്ചക്കൊഞ്ച് ചേർക്കും, ചെറിയ കൊഞ്ച്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതാണ്. പച്ചയാണ്, പക്ഷേ ഫ്രോസണാണ്. ഇതാ വഴണ്ട് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. അപ്പോൾ ശരിക്കും വെള്ളമാണ്, ഒട്ടും വെള്ളം ചേർക്കല്ലേ. എന്നിട്ട് അത് പകുതി വേവാകുമ്പോൾ വേണം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ കൊഞ്ച് റബ്ബർ പോലെ ആയിപ്പോവും. ഇത് ചെറിയ കൊഞ്ചാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ തോരന് ചതച്ചതിട്ട് കൊടുക്കാൻ. ഇതിനകത്ത് ജീരകം ഒന്നും ചേർക്കല്ലേ, തേങ്ങായും മഞ്ഞളും മാത്രം, കരിയാപ്പലയും മാത്രം ചേർത്താൽ മതി, വേറൊന്നും ചേർക്കല്ലേ. അതേപോലെ ഈ പീച്ചിങ്ങ ആണെങ്കിൽ ഷുഗറിനൊക്കെ നല്ലതാണ്. ബ്ലഡിൽ ഗ്ലൂക്കോസൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ്. പിന്നെ അകാല നരയൊക്കെ വരില്ലേ, ചെറിയ പ്രായത്തിൽ തലമുടിയൊക്കെ നരയ്ക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വെളിച്ചെണ്ണയിൽ കൂടെ തിളപ്പിച്ച് തലമുടിയിൽ തേക്കാം. അപ്പോൾ നരയൊക്കെ മാറും. അതിനും കൂടെ സഹായിക്കുന്നതാണ്. ഈ തോരനകത്ത് നമ്മൾ ഈ പച്ചക്കൊഞ്ചിടുമ്പോൾ ഈ പച്ചക്കൊഞ്ചിൻ്റെ ടേസ്റ്റും ഈ പീച്ചിങ്ങയുടെ ഒരു ടേസ്റ്റും അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.